നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചരക്കണ്ടി ക്ഷീരോത്പാദക സഹകരണ സംഘം മലയാള മനോരമ കർഷക ശ്രീയും സംയുക്തമായി മുഴപ്പാലയിലെ ക്ഷീരോത്പാദക സഹകരണ സംഘ ഹാളിൽ വെച്ച് കർഷക സെമിനാർ സംഘടിപ്പിച്ചു. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷീരസംഘം പ്രസിഡന്റ് PR അശോകൻ അധ്യക്ഷത വഹിച്ചു. പൂക്കോട് സയൻസ് ഡയറി കോളേജ് NSS യൂണിറ്റ് സ്പെഷ്യൽ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സജിനി നിർവഹിച്ചു. പൂക്കോട് വെറ്റിനറി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന ചന്ദ്രൻ, അഞ്ചരക്കണ്ടി പഞ്ചായത്ത് മെമ്പർ VV വത്സല, ക്ഷീരസംഘം സെക്രട്ടറി PP മനോജ് എന്നിവർ പ്രസംഗിച്ചു. പശു വളർത്തൽ എങ്ങനെ ആദായകരമാക്കാം എന്ന വിഷയത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ M വിജയൻ ക്ലാസ് എടുത്തു. മുഴങ്ങുന്നുണ്ടെന്ന് പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിൽ പശു നമ്മുടെ ഐശ്വര്യത്തിന്റെ സിംബലായിരുന്നു. ഒരു കാലഘട്ടത്തിൽ പശു നന്മയുടെ ഉറവിടമായിരുന്നു. നന്മ മാത്രം ചെയ്യുന്ന ഒരു മൃഗം ഈ ലോകത്ത് പിറവിയെടുത്ത തന്റെ സിരകളിലോടുന്ന ചുടുരക്തത്തെ പാലനയമൃതാക്കി മാറ്റി തന്റെ വിജോമനയ്ക്ക് പോലും നൽകാതെ മാനവരാശിയുടെ ആരോഗ്യത്തിന് വേണ്ടി ആവോളം ചുരന്ന് നൽകുന്ന ഗോമാതാവ്. നിങ്ങൾ നോക്കൂ, അതിന്റെ ഒന്നും കളയാനില്ല. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറയുന്ന പോലെ PK സുരേഷ് ബാബു പറയുന്നത് എന്താണ്? മനുഷ്യൻ കഴിക്കുന്നത് എല്ലാം നല്ലത്, പക്ഷെ മനുഷ്യൻ നിന്ന് പുറത്തു വരുന്നത് ആർക്കും എത്ര ഭീകരമാണ് അതിന്റെ അവസ്ഥ. മറിച്ച് പശുവിന് കെട്ടതും കുളിച്ചതും നാളെയും ഇതെല്ലാം കൊടുക്കുന്നു, പക്ഷേ പശുവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അത് പാലായിക്കോട്ടെ, അത് മൂത്രമായിക്കോട്ടെ, അത് ചാണകമായിക്കോട്ടെ, എന്തും നമ്മുടെ ഭക്ഷ്യ വിഭവങ്ങൾ തന്നെയാണ്.